എന്നാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നിനക്ക് കൂട്ടുകാരോ പങ്കുകാരോ ഇല്ല, നീ മാത്രമാണ് ആരാധനയ്ക്ക് അർഹതയുള്ളത്. അത് ഞങ്ങൾ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് നാഥ, ഞങ്ങൾക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണം, റഹ്മത്ത് ചെയ്യണം, മഗ്ഫിറത്ത് നൽകണം, മർഹമത്ത് നൽകണം എന്ന് തുടങ്ങിയതായിരിക്കുന്ന പ്രാർത്ഥനകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നെത്തിയ മുസ്ലിം പ്രതിനിധികൾ ഇന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇസ്ലാമിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സമ്മേളനമാണ്. ഇസങ്ങളും പ്രസ്ഥാനങ്ങളും മതങ്ങളും ധാരാളമുണ്ടെങ്കിലും വ്യത്യസ്തമായതായിരിക്കുന്ന കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന സഹോദരന്മാർ ധാരാളമുണ്ടെങ്കിലും ഇതുപോലെ ഒരേ വേഷമണിഞ്ഞ് ഒരേ മൈതാനിയിൽ ഒരേ മന്ത്രം ചൊല്ലി ഒരേ സമയം ഒത്തുകൂടുക എന്നത് ഇന്ന് ലോകത്ത് സംഭവിക്കുന്നില്ല. ഇത് ഇസ്ലാമിന് മാത്രം അവകാശപ്പെട്ട മഹത്തായതായിരിക്കുന്ന ഒരു ആരാധനാ ശൈലിയാണ്. അതുകൊണ്ട് അതിലെത്താൻ കഴിയാത്തതായിരിക്കുന്ന മുഴുവൻ ആളുകളും വ്യത്യസ്തമായതായിരിക്കുന്ന നാടുകളിൽ വിവിധങ്ങളായതായിരിക്കുന്ന വേഷത്തോടുകൂടെയാണെങ്കിൽ പോലും ആ മുസ്ലിങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അറഫയിൽ ഒത്തുചേരുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ഇന്ന് നോമ്പ് അനുഷ്ഠിക്കുക. അറഫ ദിവസത്തിലെ നോമ്പ് അതിപ്രധാനമാണ്. ഒരു ദിവസം ഇന്ന് നോമ്പ് നോക്കാൻ കഴിഞ്ഞാൽ അത് ശുഭസൂചനയാണ്. 2 വർഷത്തെ പാപം പരിഹരിക്കുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയത്. കഴിഞ്ഞ ഒരു വർഷം ചെയ്തു പോയ പാപങ്ങളും അടുത്ത വർഷം വരാനിരിക്കുന്ന ഒരു വർഷം ചെയ്തേക്കാവുന്ന പാപങ്ങളും അല്ലാഹു തആല പുറത്തു. അതുകൊണ്ട് തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ദീർഘവീക്ഷണത്തോടുകൂടെ നമ്മെ പഠിപ്പിക്കുന്നു, അറഫ ദിവസം നോമ്പ് നോൽക്കാൻ കഴിഞ്ഞാൽ അത് 1 വർഷം കൂടി അവനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവസരമുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് അറഫ ദിവസങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവർക്കും നാളെ ബലിപെരുന്നാളാണ്. ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ഓമന മകനെ പരിഹരിക്കാൻ തയ്യാറായതായിരിക്കുന്ന സാഹചര്യം മുസ്ലിം ലോകം ആവർത്തിച്ച് ഓർക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹക, കുഞ്ഞുമോനെ നിന്നെ അറുക്കണമെന്നാണല്ലോ അള്ളാഹുവിൻ്റെ നിർദ്ദേശമുള്ളത്. സ്വപ്നത്തിൽ ഞാനത് ദർശിച്ചു. ഫൻദുർ മാദാ തറ, എന്താ അഭിപ്രായം പറയണം. മകന് ചിന്തിക്കേണ്ടിയിരുന്നില്ല, കൂടുതൽ ആലോചിക്കാനില്ല. വാപ്പ, അള്ളാഹുവിൻ്റെ നിർദ്ദേശം അതാണെങ്കിൽ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക, സാക്ഷാത്കരിക്കുക, അത് നടപ്പിലാക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് എന്നെ സ്വാധീനങ്ങളിലായി കാണാൻ കഴിയും. ഞാൻ പതറുകയില്ല, ഒരു തരത്തിലായിരുന്ന പകർച്ചയും എന്നിൽ നിന്നുണ്ടാകുകയില്ല, ഭാവഭേദങ്ങളൊന്നും ഉണ്ടാവുകയില്ല, അസ്വസ്ഥത ഞാൻ പ്രകടിപ്പിക്കുകയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ നിർദ്ദേശം അതാണെങ്കിൽ, സൃഷ്ടാവിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതങ്ങ് നടപ്പാക്കണമെന്നായിരുന്നു മഹാനായതായിരിക്കുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സഹകരണമുണ്ടായത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്ക് ജബ്രഈലിനോട് വഹി അറിയിച്ചു, പിതാവിനെ പോലെ മകനും ക്ഷമാശീലരുടെ കൂട്ടത്തിലാണുള്ളത്. ധീരനായതായിരിക്കുന്ന പിതാവ് സഹകരിക്കുന്ന പ്രിയപ്പെട്ടതായിരിക്കുന്ന മകൻ, എൻ്റെ പരീക്ഷണം അവസാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് പകരം ഒരു ബലി നൽകുക. ആ ബലിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്ന് ആടിനെ അറുത്തുകൊണ്ട് നിർവഹിച്ചു. കാലാന്തരത്തിൽ വ്യത്യസ്തങ്ങളായതായിരിക്കുന്ന പ്രവാചകന്മാർ ആ കാര്യം നടപ്പിലാക്കുകയും അവസാനം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅ്മതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ പ്രഖ്യാപിച്ചു, ഇത് ഇസ്ലാമിൻ്റെ പൂർത്തീകരണമാണ്. അള്ളാഹു അവൻ്റെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായി നൽകിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1 വയസ്സിന് 1 എന്ന തോതിൽ 63 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൊണ്ട് അറക്കുകയും 100 തികയുന്നത് വരെയുള്ള മറ്റ് എണ്ണങ്ങളെ ബാക്കിയുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്തു.
അങ്ങനെ നടപ്പാക്കിയതായിരിക്കുന്ന മഹത്തായ പരികൽപ്പത്തിൻ്റെ ദിവസമാണ് നാളെ ഇൻഷാ അല്ലാഹ് ലോകം ആഘോഷിക്കുന്നത്. ത്യാഗം ആണ് മഹത്തായതായിരിക്കുന്ന ഈ സുദിനത്തിൻ്റെ സന്ദേശം. നേരത്തെ കേൾപ്പിച്ചതുപോലെ ത്യാഗത്തിൻ്റെ സുദിനങ്ങളിൽ ഒരിക്കലും വഴിവിട്ട ആഘോഷങ്ങളാകരുത്. ആഘോഷിക്കാം, പക്ഷേ അതിരുവിടാൻ പാടില്ല. ഇസ്ലാമിന് അതിൻ്റേതായ കാഴ്ചപ്പാട് വിശ്വാസത്തിൽ എന്നതുപോലെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഉണ്ട്. അതുകൊണ്ട് ഓരോ മുസ്ലിമും ഇസ്ലാമിൻ്റെ നിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യുക എന്നതാണ് മഹത്തായ ഈ സുദിനത്തിൽ നാം ആഘോഷങ്ങളുടെ വേളയിൽ പോലും നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ യുവാക്കന്മാർ ആ കാര്യത്തെക്കുറിച്ച് ശരിക്കും ബോധവാന്മാരാണ്. നാം ഇസ്ലാം സമാധാനത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് കൈമാറാറുള്ളത്. നമ്മുടെ അയൽക്കാർ ഹിന്ദുവായിരുന്നാലും മുസ്ലിമായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും മതം ഉള്ളവനായിരുന്നാലും ഇല്ലാത്തവനായിരുന്നാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമുള്ളത് ലാ യുമിനു അഹദുക്കും ഹത്താ യഅ്മന ജാറുഹു ബവായിഖഹു. അയൽക്കാരെനിക്ക് സമാധാനമില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമല്ല, നിങ്ങൾ പൂർണ്ണ അർത്ഥത്തിലുള്ള മുസ്ലിമായിട്ടില്ല. അതുകൊണ്ട് ഏത് വിധത്തിൽപ്പെട്ട മതാനുയായി ആണെങ്കിലും നമ്മുടെ അയൽക്കാർ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ളായിരിക്കുന്ന ഭീഷണിയും നേരിടാൻ പാടില്ല. മുസ്ലിങ്ങൾക്കുണ്ടാകാൻ പാടില്ല, ഹിന്ദുക്കൾക്കുണ്ടാകാൻ പാടില്ല. ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ഒരാൾക്കും ഒരു വിധത്തിലുള്ളായിരിക്കുന്ന പ്രയാസവും നമ്മെ കൊണ്ടുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, ആരാണ് നബിയെ അയൽക്കാർ? നബി പറഞ്ഞു, ഓരോ നാനാവശത്തേക്കും 40 വീട്ടുകാർ, 4 4 16 160 വീട്. നമ്മുടെ ചുറ്റും താമസിക്കുന്ന 160 വീട്ടുകാർ നമ്മുടെ അയൽക്കാരാണ്. അവരിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളായിരിക്കുന്ന വിഷമം നമ്മെ കൊണ്ടുണ്ടാവുന്നു എങ്കിൽ നമ്മുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം പരിപൂർണമല്ലെന്നാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അയൽക്കാരൻ്റെ സുരക്ഷയെത്തും. അയൽക്കാരൻ്റെ ഏതു തരത്തിലുള്ളായിരിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അത് ലഘൂകരിക്കാൻ, അത് പരിഹരിക്കാൻ, ആ പ്രശ്നത്തിൽ നാം പങ്കാളികളാകും. അവരുടെ മരണവേളയിൽ സംബന്ധിക്കണം, പസ്നി അകത്താൻ വേണ്ടി നാം സംബന്ധിക്കണം. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷമങ്ങൾ ലഘൂകരിക്കാൻ നമ്മളാകുന്ന എല്ലാ വിധത്തിലായിരിക്കും സഹായ സഹകരണങ്ങളും ഉണ്ടാകണം. അതിൻ്റെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നടത്തുന്ന അരി വിതരണം. ഏകദേശം 4 നൂറ്റാണ്ടോളമായി 1 വർഷവും മുടങ്ങാതെ അൽഹംദുലില്ലാഹ് ചെറിയ തോതിലാണെങ്കിലും നിങ്ങളുടെ കൂട്ടായ്മ മഹത്തായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തന ശൈലി വിളംബരം ചെയ്യുന്ന അതിൻ്റെ കാവലാൾക്കാരും അതിൻ്റെ പ്രവർത്തകരുമായ നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ സേവനം. ഈ മഹലിൽ ഒരാളും നാളെ പറ്റി കിടക്കാൻ പാടില്ല, പ്രയാസം അനുഭവിക്കാൻ പാടില്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാൻ പാടില്ല. പോരാ, ഇൻഷാ അല്ലാഹ് വരുന്ന ആളുകളിൽ അത് വിപുലീകരിച്ച് ഒരാൾക്കും ഇഷ്ടം ഉള്ള വസ്ത്രങ്ങൾ സ്വായത്തമാക്കാനുള്ള പ്രയാസമുണ്ടാകാൻ പാടില്ല. വസ്ത്രവിതരണവും കൂടി ആരംഭിക്കണമെന്ന് സാന്ദർഭികമായി എൻ്റെ സുഹൃത്തുക്കളെ ഉണർത്തുകയാണ്. നാം ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല. ഇന്ന് കേരളം സന്തോഷത്തോടുകൂടെ നീങ്ങുന്ന സാഹചര്യമാണ്. ഗോഡ്സ് സിറ്റി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് കേരളത്തെ വിദേശികൾക്കിടയിൽ പരിചയപ്പെടുന്നത്. പണ്ട് അറബികൾ ഖൈറുള്ള, അള്ളാഹു അനുഗ്രഹം നൽകിയ നാട് എന്നായിരുന്നു വിളിച്ചത്. ഖൈറുള്ള ലോപിച്ചതാണ് പോൽ കേരളം എന്നുള്ളത്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഒത്തിണങ്ങിയതായിരിക്കുന്ന പ്രദേശമാണ്. എന്തൊരു മനോഹരമായതായിരിക്കുന്ന കാഴ്ച! വിദേശികൾ ഇവിടെ എത്തുമ്പോൾ ഈ മഹത്തായതായിരിക്കുന്ന കാഴ്ച കണ്ടവർ സന്തോഷിക്കുകയാണ്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വളരെ റാഹത്ത് തോന്നി. ഏറ്റവും പടർന്നു നിൽക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ എന്ത് മനോഹാരിത തോന്നുന്നതായിരിക്കുന്ന സ്ഥലത്തിൽ ഇത് മറ്റൊരു സ്ഥലങ്ങളിൽ കാണാൻ കഴിയില്ല. കേരളത്തിൻ്റെ പുറത്തു പോയാൽ ഇത്തരം ഫലഭൂയിഷ്ഠമായതായിരിക്കുന്ന പ്രദേശം കാണാൻ കാണില്ല, ഇത്തരം ശാന്തമായതായിരിക്കുന്ന അന്തരീക്ഷം കാണാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ തനിമ കാത്തു സൂക്ഷിക്കുക എന്നത് നാളെയുടെ നായകന്മാരായ നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ നിർബന്ധമാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഖൈർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മങ്കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്കുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമുള്ളത് ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, നല്ലതേ പറയാവൂ, നല്ലതേ പ്രവർത്തിക്കാവൂ, നല്ലതേ നിർവഹിക്കാവൂ.
അവന് യസ്മുത്ത്, അതിന് കഴിയുന്നില്ല എങ്കിൽ അവൻ മൗനം രക്ഷിക്കണം, മുണ്ടിപ്പോകരുത്. ഖൈറ് പറയാൻ കഴിയുന്നില്ല എങ്കിൽ ഒരിക്കലും ഷർറ് പറയാൻ പാടില്ല, തെറി പറയാൻ പാടില്ല, മോശമായതായിരിക്കുന്ന വാക്കോ പ്രവൃത്തിയോ നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അവൻ നിഷ്ക്രിയത്വം പാലിക്കണം. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി. അത് നടപ്പാക്കേണ്ടവരാണ്, ജീവിതത്തിൽ പകർത്തേണ്ടവരാണ് ഈ ഇരിക്കുന്ന യുവാക്കന്മാരായ നിങ്ങൾ പ്രത്യേകിച്ച്. അതുകൊണ്ട് തീവ്രവാദം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഭീകരവാദം അത് നമുക്ക് അന്യമാണ്, മതത്തിൻ്റെ ഭാഗമേ അല്ല. ഏതെങ്കിലും ഒരാൾക്ക് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടിട്ടോ സഹകരണം കൊണ്ടോ സാഹചര്യം കൊണ്ടോ വിഷമമുണ്ടാകുന്നതായിരിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിൽ നിങ്ങളാരും കൂട്ടാളികളാകാനോ സഹകരിക്കാനോ പാടില്ല. നന്മയുടെ നായകരും അതിൻ്റെ പ്രബോധകന്മാരും അതിൻ്റെ പ്രചാരകരും മാത്രമായിരിക്കണം നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമുള്ളത് മൻ ശാത്തമുഹു അഹ്ദുൻ, ആരെങ്കിലും പച്ചത്തെറി പറയുകയാണെങ്കിൽ പോലും ഫൽയഖുൽ ഇന്നി സ്വായിമുൻ, എനിക്ക് നോമ്പാണ്, ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് മാറണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട SSFൻ്റെ പ്രവർത്തകന്മാർ, SYSൻ്റെ പ്രവർത്തകന്മാർ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ, ജമിയത്തുൽ ഉലമായുടെയും ജമിയത്തുൽ മുഅല്ലിമിൻ്റെയും സാരഥികൾ പ്രവർത്തകന്മാർ, എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഖൈറിൻ്റെ നീക്കങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നന്മ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തിന്മയാണെങ്കിലോ നിങ്ങൾ അതും അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഇന്ന് നടത്തുന്ന പുണ്യകർമ്മം അരിവിതരണമാണ്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹി ഫീഹിന്ന മിൻ ആദിഹിൽ അയ്യാം ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസങ്ങളുടെ കൂട്ടത്തിൽ, പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പകലുകളാണ് ദുൽഹജ്ജ് മാസത്തിലെ 10 പകലുകൾ. അന്ന് അമൽ ചെയ്യാൻ അത്രമാത്രം പുണ്യമുള്ളതായിരിക്കുന്ന പകലുകൾ വേറെയില്ല. രാത്രിയാവുമ്പോൾ വെള്ളിയാഴ്ചയുടെ രാത്രിയുണ്ട്, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയുണ്ട്. പകലുകളുടെ കൂട്ടത്തിൽ 10 ദിവസം ഒന്നിച്ചെടുക്കുമ്പോൾ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ദിവസം ഇല്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് മാക്സിമം ഖൈറുകൾ നിങ്ങൾ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നാളത്തേതോടുകൂടി ആ 10 ദിവസം അവസാനിക്കുകയാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അയ്യാമുത്ത് തശ്രീഖാണ്, ഉത്സവത്തിൻ്റെ ദിവസങ്ങളാണ്, സന്തോഷത്തിൻ്റെ വേളകളാണ്. നാമും കുടുംബവും സന്തോഷിക്കണം. കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ്. ഒന്നിച്ചു കൂടുമ്പോൾ സന്തോഷമുണ്ടാകണം. ഒരിക്കലും ഒരുമിച്ച് കൂടുമ്പോൾ സന്താപമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും തമ്മിൽ വല്ല തരത്തിലായിരിക്കുന്ന വഴക്കോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി എല്ലാവർക്കും മാപ്പ് ചെയ്തുകൊണ്ടിട്ട് അതിന് സാഹോദര്യം സൃഷ്ടിക്കാൻ, അതുപോലെ തന്നെ സ്നേഹം സമ്പാദിക്കാൻ, സ്നേഹം ഉണ്ടാക്കി തീർക്കാൻ, ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കണം. അത് മഹത്തായ സുദിനത്തിൻ്റെ സന്ദേശമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിന് സഹായിച്ച മുഴുവൻ ആളുകളെയും പ്രശംസിക്കുന്നതോടുകൂടെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രവർത്തകന്മാരായതായിരിക്കുന്ന SSFൻ്റെയും SYSൻ്റെയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും പ്രവർത്തകർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ത്യാഗങ്ങളൊക്കെ അല്ലാഹു തആല അംഗീകരിക്കുമാറാകട്ടെ. ഇന്നലെ രാത്രിയിൽ മെനിഞ്ഞാന്നൊക്കെയായിട്ട് ഈ വേദി സംഘടിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തായിരിക്കുന്ന യുവാക്കന്മാരുണ്ട്. റബ്ബേ, അവർക്ക് നീ ദീർഘായുസ് നൽകണമേ തമ്പുരാനെ, ആഫിയത്ത് നിലനിർത്തി കൊടുക്കണമേ തമ്പുരാനെ, ആരോഗ്യം നൽകണം തമ്പുരാനെ, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഹൈറും ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ, നിലനിർത്തണമേ തമ്പുരാനെ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമേ തമ്പുരാനെ, പരീക്ഷയെ നേരിടുന്നവർക്ക് പ്രശസ്തമായ വിജയം നൽകണമേ തമ്പുരാനെ, തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ബറക്കത്ത് നൽകണമേ തമ്പുരാനെ, തൊഴിലില്ലാത്തവർക്ക് അനുയോജ്യമായ തൊഴിൽ നൽകണമേ തമ്പുരാനെ, ഈ മഹല്ലത്തിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ, രോഗികളായി കിടക്കുന്നവർക്കൊക്കെ ആശ്വാസം നൽകണമേ തമ്പുരാനെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണമേ തമ്പുരാനെ. അത്